ഹായ് ഹലോ നമസ്കാരം. സജീന വ്ളോഗ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോ ഈ ചാനലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ ഞാൻ റിയാക്ഷൻ വീഡിയോ ലൂണ ചപ്പലിനുള്ളതാണ്. കാരണം അവർക്ക് മാന്യമായ ഭാഷയിൽ മകൻ്റെ ഫോട്ടോയിൽ തമ്പനയിൽ വെച്ചത് നോ പ്രോബ്ലം, അത് പ്രശ്നമല്ലായിരുന്നു. പക്ഷെ അവൾ അതിനകത്തൊരു വട്ടം വരച്ച് വെച്ചത് എനിക്ക് വിഷയം തന്നെയാണ്. എൻ്റെ മകൻ ഫോട്ടോയിൽ ഇവിടെ വട്ടം വരച്ച് വയ്ക്കുമ്പോൾക്ക് യാതൊരു അവകാശവും ഇല്ല. അത് ചോദിച്ചാൽ എനിക്ക് അവകാശമുണ്ട്. അങ്ങനെ ഞാൻ ഇവക്കൊരു റിയാക്ഷൻ വീഡിയോ ഉണ്ടായിരുന്നു. അതിന് മുന്നേ ഈ തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ ഇവരുടെ കമൻറ്റ് ബോക്സിൽ എൻ്റെ ഫ്രണ്ടായ ശ്രീതു മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇത് സജീന ചേച്ചിയുടെ മകൻ്റെ ഫോട്ടോയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ പോലും അവൾ ഇച്ചിരിയെങ്കിലും അഭിമാനം ഉള്ളവളായിരുന്നെങ്കിൽ ആ ഫോട്ടോ അവളത് ഡിലീറ്റ് ചെയ്യാൻ ഞാൻ പറയുന്നില്ല, ഇപ്പോഴും ഞാൻ പറയുന്നില്ല, അതിനൊന്നും വിഷയമില്ല. പക്ഷെ ആ റൗണ്ട് വരച്ചത് അവൾ കളയണമായിരുന്നു. അവളത് കളഞ്ഞില്ല. അവൾ തന്നെ പറഞ്ഞ ഒരു 8 ദിവസത്തോളം ആയിരുന്നു. അപ്പോൾ അതുവരെ ഞാൻ വെയിറ്റ് ചെയ്തു, അവളത് കളയുമോ ഇല്ലയോ എന്ന് ചോദിച്ചു. ഇല്ലാതെ കണ്ടപ്പോൾ ഞാൻ അവൾക്ക് ഒരു കമൻറ്റ് ഇട്ട്, ഞാൻ തമ്പനയിനകത്ത് നീ വട്ടം വരച്ചിരിക്കുന്ന നിൻ്റെ അച്ഛൻ്റെ ഫോട്ടോ ആണോ എടി എന്ന് ചോദിച്ച് ഞാനൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അത്രത്തോളം സീരിയസ് ആയിട്ട് നമ്മൾ എടുത്തു എന്ന് അവൾ മനസ്സിലാക്കുകയും അത് ഡിലീറ്റ് ചെയ്യുകയും ചെയ്യാത്തതുകൊണ്ട് ഞാൻ അവൾക്കൊരു റിയാക്ഷൻ വീഡിയോ ഇട്ട്. അപ്പോൾ അവൾ തിരിച്ച് എനിക്കൊരു റിയാക്ഷൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് അവളുടെ വീഡിയോയുടെ അവരുടെ വീഡിയോയുടെ അവസാനത്തിൽ നിന്ന് നമുക്ക് എൻ്റെ വീഡിയോയുടെ തുടക്കം നമുക്ക് പിടിക്കാം. പിന്നെ ഇന്ന് വരെയും ഞാൻ ഇട്ടിട്ടുള്ള ഏത് വീഡിയോ നിങ്ങളുടെ അടുത്ത് നോക്കിയാലും ഞാൻ ഒരു മനുഷ്യരെ ഹറാസ് ചെയ്യാനോ അവരുടെ പേഴ്സണൽ ലൈഫിൽ കയറി ചൊറിയാനോ അവരുടെ പിന്നെ കിടപ്പ രഹസ്യം നോക്കാനോ അവിടെ നിന്ന് കിട്ടുന്ന കണ്ടന്റ് ഉണ്ടാക്കി എനിക്ക് റീച്ചിനോ ഞാൻ ഇന്ന് വരെ ശ്രമിച്ചിട്ടില്ല. ഓക്കെ, എൻ്റെ കൺമുന്നിൽ വരുന്ന വീഡിയോസ് അത് അതല്ല സത്യം എനിക്ക് അറിയാവുന്നത് ഞാൻ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ രേണുസുതിക്ക് സപ്പോർട്ട് ചെയ്യുന്നതാണ് ഇവളുമാരുടെ ഒക്കെ ചൊറിച്ചിലും കടിച്ചിലും പൊട്ടി ഒലിപ്പിൻ്റെയും കാരണമെന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ടും അറിയാം. പിന്നെ എന്തായാലും ഇവൾ ഇട്ട വീഡിയോയ്ക്ക് അവിടെ പറഞ്ഞല്ലോ, അവളുടെ ആ വീഡിയോയുടെ അവസാനത്തിൽ നിന്ന് നമുക്കിവിടെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എന്തായാലും അവളാ പറയുന്ന വീഡിയോ ലൂണ ചപ്പൽ എന്താ പറയാനുള്ളത് നമുക്കൊന്ന് കേട്ടു നോക്കാം. രാവിലെ പല്ല് തേക്കുന്നതിന് പകരം കക്കൂസ് ബ്രഷ് ഉപയോഗിച്ച് പല്ല് തേക്കുന്ന, ഹാർപ്പിക് ഉപയോഗിച്ച് പല്ല് തേക്കുന്ന നിങ്ങളുടെ കക്കൂസ് വായി വരുന്ന വർത്താനങ്ങൾ കേൾക്കുന്ന സമയത്ത് മനസ്സിലാവും നിങ്ങളുടെ നിലവാരം എത്ര ഉണ്ട് എന്നുള്ളത്. അപ്പൊ നിങ്ങൾ ആ നിലവാരം വെച്ച് എന്നെ അളക്കാൻ വേണ്ടി വരണ്ട. ഇത് നിങ്ങൾക്കുള്ള ലാസ്റ്റ് വാർണിംഗ് വീഡിയോ ആണെന്ന് പറയുന്നത്. വാർണിംഗ് തരാൻ ഞാൻ ആരുമല്ല. സോ ഇത് നിങ്ങൾക്കുള്ള ഒരു മറുപടി വീഡിയോ ആണ്. ഇത് കേട്ടിട്ട് മിണ്ടാതെ അവിടെ ഇരുന്നോളാം. ഇതിന് റിയാക്ഷൻ വീഡിയോ നിങ്ങൾ ചെയ്യുന്നുണ്ടോ ചെയ്യുന്നില്ല നിങ്ങളെ ഇഷ്ടം. അതിന് മറുപടി തരാൻ ഞാൻ വരില്ല. കാരണം എനിക്ക് വേറെ പണിയുണ്ട്. ഈ ഏപ്രാശത്തിളങ്ങി മറുപടി കൊടുത്തോണ്ടിരിക്കാൻ സമയമില്ല. മറുപടി കൊടുത്തതാണ്, പിന്നെ റീച്ചിന് വേണ്ടിയിട്ട് ഒരു വീഡിയോയ്ക്ക് നമ്മൾ മറുപടി കൊടുത്താണ് ഓൾറെഡി. അപ്പൊ ആ വീഡിയോ കണ്ടതിന് ശേഷവും മറ്റൊരു വീഡിയോ കൊണ്ട് ഈ സ്ത്രീ വന്നത് സ്ത്രീക്ക് റീച്ച് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇനിയിപ്പോ ഈ വീഡിയോ കഴിഞ്ഞാൽ അടുത്തൊരു വീഡിയോ എന്തുകൊണ്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയും അങ്ങോട്ട് കേൾക്കേണ്ട, അപ്പോഴത്തേക്ക് എനിക്ക് മറുപടി പറയാൻ വരും. ഇവള് പറഞ്ഞ എന്താണ്, പിന്നെ കക്കൂസ് ബ്രഷ് കൊണ്ട് പല്ല് തേക്കുന്നത് ഞാൻ. അതെ, ഞാൻ കക്കൂസ് ബ്രഷ് കൊണ്ട് പലലേ തേക്കുന്നുള്ളൂ. നീ എന്താണ് ചെയ്തത്? കക്കൂസിനകത്ത് കിടക്കുന്ന മാലിന്യം ഉരുട്ടി നിന്റെ മകന് കൊടുക്കുകയല്ലേ നീ ചെയ്യുന്നത്? അത് ഞാനും നീ തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഞാൻ വൃത്തിയാക്കിയാണ് ചെയ്യുന്നത്, നീ എന്തോ ചെയ്യുന്നത്? ആ വൃത്തികേട് എടുത്ത് കഴിക്കാൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ മകൻ്റെ ഫോട്ടോ തമ്പനയിലായിട്ട് ഇട്ടതിന് ഞാൻ ഇത്രയും പറയുമ്പോൾ നിനക്ക് ഇത്ര രോഷം കൊള്ളേണ്ട ആവശ്യം വേണ്ടി എനിക്ക് അതിനുള്ള അവകാശമുണ്ട്, അർഹതയുണ്ട്. ആ തമ്പനയിൽ നീ നീക്കം ചെയ്യുന്നത് വരെ ഞാൻ സംസാരിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ നീ നീക്കം ചെയ്യാതിരിക്കാൻ നിൻ്റെ ഇഷ്ടം. ഞാൻ എൻ്റെ മോനെ കൊണ്ട് ചെന്ന് ചൈൽഡ് ലൈനിൽ പെറ്റീഷൻ കൊടുപ്പിച്ചിട്ടുണ്ട്. അവർ തിങ്കളാഴ്ച വരെയാണ് ടൈം പറഞ്ഞിരിക്കുന്നത്. അത് നീ ഒന്ന് നിൻ്റെ അറിവിലേക്ക് ഞാൻ പറയുകയാണ്. പിന്നെ അപ്പോൾ ഇത് രണ്ടും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഞാൻ ക്ലോസറ്റ് ഹാപ്പിക്ക് ഉപയോഗിച്ച് പല്ല് തേക്കുന്നവളാണ്. തേക്കുക എന്ന് പറഞ്ഞത് വൃത്തിയാക്കുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ മീനിങ്. പക്ഷെ നീ ചെയ്യുന്നത് അതല്ല. ഞാൻ പറഞ്ഞല്ലേ, ആ ക്ലോസറ്റിനകത്ത് കിടക്കുന്ന മാലിന്യം ഉരുട്ടി നിൻ്റെ കുഞ്ഞിന് നീ തിന്നാൻ കൊടുക്കുന്നവളാണ്. അപ്പോൾ നിന്നെക്കാട്ടി പൊള്ളും എനിക്ക്, കേട്ടല്ലോ. പിന്നെ എനിക്കുള്ള മറുപടി നീ തന്ന് ഞാൻ മര്യാദയ്ക്ക് അടങ്ങിയിരിക്കണം. നിൻ്റെ വീട്ടിലുള്ളവരെടുത്ത് നീ ചെന്ന് പറയുക, അടങ്ങി ഒതുങ്ങിയിരി. ഞാനിങ്ങനെ കണ്ട കുഞ്ഞുങ്ങളെ ആയാലും വലിയവരെ ആയാലും വിറ്റ് ഞാൻ ചോറ് തരുന്നെങ്കിൽ അതും കഴിച്ചുകൊണ്ട് മിണ്ടാതിരിക്കണം. നീ നിൻ്റെ വീട്ടിലുള്ളവരെടുത്ത് ചെന്ന് പറയണം. എൻ്റെ അടുത്ത് പറയാൻ നീ ആരും അല്ല, കേട്ടോ. പിന്നെ നീ പറഞ്ഞെന്തുവാ, ഇതിനൊരു മറുപടി ഞാൻ കൊടുത്തതാണ്. എനിക്ക് മറുപടി അല്ലടി വേണ്ടുന്നത്. എനിക്ക് ആ തമ്പനയിൽ നീക്കം ചെയ്യുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് വേണ്ടുന്നത്. നീ എനിക്ക് മറുപടി തന്നു, അത് കണ്ടിട്ടും ഞാൻ വീഡിയോ ഇട്ടത് റീച്ചിന് വേണ്ടിയിട്ടാണെന്ന്. നീ ആരാ? നിന്നെ തമ്പനയിൽ അങ്ങോട്ടാക്കി വരുമ്പോഴത്തേക്ക് മില്യൺ വ്യൂ അടിക്കുമെന്നുള്ള ധാരണയുണ്ടാ? അപ്പം അതിൽ നിന്നെ എന്നെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ നീ എനിക്ക് എൻ്റെ തമ്പനയിലിട്ട് വെച്ചതിന് നിനക്ക് നല്ല റീച്ച് കിട്ടിയിട്ടുണ്ട്. 6, 7, 8 അങ്ങണ്ടായി. പക്ഷെ നിന്റെ തമ്പനയിൽ വെച്ച് ഞാൻ നിനക്ക് റിയാക്ഷൻ വീഡിയോ ഇട്ടത് 1K അങ്ങണ്ടേ ആയിട്ടുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് ഡിഫറൻറ്റ് മനസ്സിലാക്കണം. സജീനയെ വെച്ചിട്ടതിന് നിനക്ക് റീച്ചുണ്ട്, നിന്നെ വെച്ചിട്ടതിന് ഒരു റീച്ചും ഇല്ല. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. പിന്നെ നീ പിന്നെ റീച്ചിന് വേണ്ടി ഒന്നും ചെയ്യാത്തവളാണല്ലോ. അതുകൊണ്ടാണല്ലോ എടി സ്വന്തം മകനെ പോലും തിരിച്ചറിഞ്ഞുകൂടാത്ത നീ, നിനക്കൊരു മോനുണ്ടെന്ന് നീ പറയുന്നു. നിന്റെ മോനെക്കുറിച്ച് മോശമായിട്ട് ഒരാൾ സംസാരിക്കുകയോ മോശമായിട്ട് ഒരു വീഡിയോ എടുത്തിടുകയോ ഒരു ഫോട്ടോ എടുത്തിടുകയോ ചെയ്ത് നീ സഹിക്കുമായിരിക്കും. പക്ഷെ ഞാൻ സഹിക്കത്തില്ല. കാരണം കണ്ട അലവലാദികൾക്കൊന്നും കെയർ ഉണ്ടാക്കാനല്ല ഞാൻ എൻ്റെ മകന് ജന്മം കൊടുത്ത് വെച്ചിരിക്കുന്നത്, കേട്ടോ. പിന്നെ എൻ്റെ മോനെപ്പോലും നിനക്ക് വേണം റീച്ചിന്. എടി നീ ഇട്ട തമ്പനയിലിൻ്റെ ഹെഡിങ് എന്തായിരുന്നു? എടി
രേണു സുധി അബോർഷൻ ചെയ്തു. അത് സുധിച്ചേട്ടൻ്റെ കുഞ്ഞായിരിക്കാം. രേണു, നിനക്ക് ഉറപ്പില്ലേ? എന്നിട്ട് എൻ്റെ മോൻ്റെ ഫോട്ടോയ്ക്ക് റൗണ്ട് വരച്ചിട്ട് എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നീ കൊടുത്തിരിക്കുന്നത്. നീ എത്ര കിടന്ന് മെഴുകി വെളുപ്പിക്കാൻ ശ്രമിച്ചാലും നീ ചെയ്തത് തെറ്റ് തന്നെയാണ്. ആ തെറ്റ് നീ അംഗീകരിച്ചേ പറ്റൂ. കാരണം എനിക്ക് ഇതല്ല, എനിക്ക് ഇതിനെക്കാട്ടും നല്ല വൃത്തിക്ക് മറുപടി പറയാൻ അറിയാം. ഞാനും നല്ല ഭാഷയിൽ തന്നെ പറഞ്ഞത്. നിന്റെ അച്ഛനെ ഞാൻ ചീത്ത വിളിച്ചില്ല. നിന്റെ അച്ഛൻ്റെ ഫോട്ടോ ഇട്ടൂടെ എന്ന് ചോദിച്ചത് എനിക്ക് അർഹത ഉള്ളത് കൊണ്ടാണ്. എൻ്റെ മകൻ്റെ ഫോട്ടോ ഇടാൻ നീ അർഹതയല്ല. അതാ നിന്റെ വീട്ടിൽ നിനക്കൊരു കുഞ്ഞുണ്ടെന്ന് പറഞ്ഞാൽ അവൻ്റെ ഫോട്ടോ ഇടാൻ എന്ത്? അതാരും ചോദ്യം ചെയ്യാൻ വരത്തില്ലായിരുന്നല്ലോ. അപ്പോൾ നിന്നെക്കാളും എന്തുകൊണ്ടും യോഗ്യയും നിന്നോട് സംസാരിക്കാൻ ഞാൻ തന്നെയാണ് അർഹ. കാരണം ബാധിക്കപ്പെട്ടത് എൻ്റെ മകനും ഞാനുമാണ്. അപ്പം നീ കൂടുതൽ കിടന്ന് നീ നേരത്തെ ഇതിനകത്തോണ്ട് വിടും. ഞാൻ വരിയ ഞാൻ കട്ട് ചെയ്തിടുന്നുണ്ട്. കൊണകൊണ എന്ന് നീ പറഞ്ഞല്ല, അത് നീയും കൊണകൊണ അടിക്കണ്ട. യൂട്യൂബിൽ വന്നു കിടന്ന് നീയും അങ്ങനെ അടിക്കണ്ട. നീ ഇതിൻ്റെ ചെറിയൊരു ഭാഗം നീ ഇൻസ്റ്റാഗ്രാമിലിട്ടല്ലോ, അതെനിക്കൊരു ഫ്രണ്ട് എനിക്ക് ഇപ്പോഴും അയച്ചു തന്നത്. അതിൻ്റെ താഴെ വന്ന കമൻറ്റുകളൊക്കെ നീ നോക്കിയായിരുന്നു. ആരുണ്ട് നിനക്ക് അനുകൂലമായിട്ട് പറയുന്നത്? നിനക്ക് എന്നെ പറയാം, ഞാൻ നിന്നെ പറയും, വേറെ ആരെയും പറയണ്ട. പക്ഷെ ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ നിൻ്റെ മകനെക്കുറിച്ചും നിൻ്റെ കെട്ടിയതിനെ കുറിച്ചും ഞാൻ സംസാരിക്കും. അത് കേൾക്കുമ്പോൾ നിനക്ക് പൊള്ളൂ ഇല്ലെന്ന് ഞാനത് നോക്കട്ടെ. അപ്പോൾ ബാക്കി വീഡിയോ കണ്ടതിന് ശേഷവും മറ്റൊരു വീഡിയോ കൊണ്ട് ഈ സ്ത്രീ വന്നത് സ്ത്രീക്ക് റീച്ച് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇനിയിപ്പോ ഈ വീഡിയോ കഴിഞ്ഞാൽ അതാണ് ഞാൻ പറഞ്ഞത്. നിന്നെ വെച്ച് റീച്ച് ഉണ്ടാക്കാൻ നീ ആരാന്നാ ഞാൻ ചോദിക്കുന്നത്. എടീ, റീച്ചിന് വേണ്ടിയിട്ടാണെങ്കിൽ നീ ഒന്ന് ചിന്തിക്കണം. ഞാൻ ഇങ്ങനെ ഒന്നും കിടന്നുണ്ടാക്കേണ്ട ഒരു കാര്യമില്ല. രേണു സുധി ഇപ്പം ഏറ്റവും കൂടുതൽ ഹൈലൈറ്റും റീച്ചും സെലിബ്രിറ്റി ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് രേണു സുധി. അവൾ എൻ്റെ ഫ്രണ്ടാണ്. എനിക്ക് ഡെയിലി ഒരു ചെറിയൊരു വീഡിയോ, ഒരു കട്ട്സ് വീഡിയോ എനിക്ക് ഇട്ടുതരാൻ പറഞ്ഞാൽ രേണു പൊന്നു പോലെ ഇട്ട് തരും. ആ ഒരു വീഡിയോ മാത്രം മതി എനിക്ക് ഹൈപ്പ് ഉണ്ടാക്കാനും റീച്ച് ഉണ്ടാക്കാനും, നീ പറഞ്ഞാണെങ്കിൽ ക്യാഷ് മേടിക്കാനും. നീ ഉദ്ദേശിക്കുന്ന കണക്ക് റീച്ചിന് വേണ്ടി മാത്രം ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്ന ചാനലല്ല ഇത്, കേട്ടാ. അപ്പൊ ഇതിൽ നിന്ന് കിട്ടിയിട്ട് വേണ്ട എൻ്റെ വീട്ടിലേക്ക് അരി മേടിക്കാൻ. അത് നീ മനസ്സിലാക്കണം. റീച്ച് ഉണ്ടാക്കാൻ പറ്റിയ വ്യക്തി തന്നെയാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത്. എനിക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ നിന്നെ ഉണ്ടാക്കി റീച്ച് ഉണ്ടാക്കി നീ ആരാണ് നിന്റെ വിചാരം? ബാക്കി വീഡിയോ എന്തുകൊണ്ടും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഉറപ്പായിട്ടും പ്രതീക്ഷിക്കണം. പ്രതീക്ഷിച്ചേ പറ്റൂ. ഇങ്ങനെ വരുമ്പോൾ അതിന് റിപ്ലൈ ഞാൻ കൊടുത്തില്ലെങ്കിൽ പിന്നെ ഞാൻ ആരാ? നീ പറയുന്നിട്ട് ഞാൻ അടങ്ങാതിരിക്കാൻ നിന്റെ ചെലവിൽ കഴിയുന്ന നിന്റെ വീട്ടിലുള്ളവരാണ് ഞാൻ. നോ. നിങ്ങൾ പല തന്തയ്ക്ക് ജനിച്ച ആളാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോക്ക് ഒരു റിയാക്ഷൻ വീഡിയോയും കൊണ്ടുപോകാം. ഇനി നിങ്ങൾ ഒറ്റ തന്തയ്ക്ക് ജനിച്ചവളല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോക്ക് റിയാക്ഷൻ വീഡിയോ ചെയ്യണ്ട. ഓക്കെ? അതെനിക്ക് മനസ്സിലായില്ല. അവൾ പറഞ്ഞ എന്താണ്? നിങ്ങൾ പല തന്തയ്ക്ക് ഉണ്ടായതാണെങ്കിൽ ഈ വീഡിയോയ്ക്ക് റിയാക്ഷൻ വീഡിയോ കൊണ്ടുപോകാം. അതല്ല, നിങ്ങൾ ഒറ്റ തന്തയ്ക്ക് ഉണ്ടായതല്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് റിയാക്ഷൻ വീഡിയോ കൊണ്ടുവരാൻ. സാരാംശം ഒന്ന് തന്നെ. ഞാൻ ഒറ്റത്തന്തയ്ക്ക് ഉണ്ടായതാണോ ഉണ്ടായതല്ലേ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. എൻ്റെ മോനെ ഒറ്റത്തന്തയ്ക്ക് പിടിച്ചുണ്ടാക്കിയത് തന്നെ ഞാൻ. അപ്പോൾ എനിക്ക് അത് ഞാൻ പ്രതികരിക്കുക. അതല്ല നീ എന്നെ പറയുന്നുണ്ട് ഇതിനകത്ത്. പിന്നെ ഒരു തന്തയ്ക്ക് ഉണ്ടായതാണോ ചോദിക്കുന്നത്. ഹേ സ്ത്രീയെ, എല്ലാ മക്കളും ഒരൊറ്റ തന്തയ്ക്കേ ഉണ്ടാവത്തുള്ളൂ. പല തന്തയ്ക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല. നീ തന്നെ ഈ വീഡിയോ പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ ഒറ്റ തന്തയ്ക്ക് ഉണ്ടായെന്നുള്ളതിന് യാതൊരു സംശയം വേണ്ടല്ലോ. പിന്നെ ആ പറഞ്ഞതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വേറൊരു മറുപടി നിൻ്റെ വീഡിയോ പോകെ കട്ട് ചെയ്തിട്ടിട്ട് ഞാൻ പറയാം. അപ്പോൾ ഇതാണ് കാരണം. ഇവൾ ഈ വീഡിയോ ഇട്ടത് അവളെ റീച്ചിന് വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. ഇവൾ ആരാ റീച്ച് ഉണ്ടാക്കി തരാൻ എനിക്ക്? ഞാൻ ഈ പറഞ്ഞ കണക്ക് എൻ്റെ കയ്യിൽ ഇരിക്കുന്ന രേണു സുധിയ എൻ്റെ ഫ്രണ്ടാണ്. അവളോട് പറഞ്ഞാൽ ഡെയിലി എനിക്ക് ഓരോ ചെറിയ കട്ട്സ് വീഡിയോ എടുത്തിട്ട് വരും. ഫ്രഷ് ആയത് വേറെ ആർക്കും കിട്ടുന്നതിന് മുമ്പേ എനിക്ക് കിട്ടും. അത് മാത്രം ഇട്ടാൽ മതി എനിക്ക് റീച്ച് ഉണ്ടാക്കാൻ. അപ്പം നിൻ്റെ കണക്ക് അവളുടെ പുറകെ ഞാൻ വാലാട്ടി നടന്ന് അവളെ വിടുപ്പലക്കി അവളെ വെച്ച് റീച്ച് ഉണ്ടാക്കാൻ നടക്കുന്നവളല്ല എന്ന് നീയൊക്കെ ഈ ഊളത്തര ഈ പിന്നെ നെഗറ്റീവ് പറയുന്ന എല്ലാ ഊളകൾക്കും ഉള്ള ഒരു റിപ്ലൈ ആണിത്. ആദ്യം അത് മനസ്സിലാക്കണം. അപ്പം ഇനി ഇവളുടെ ബാക്കി വീഡിയോയിലോട്ട് നമുക്കൊന്ന് പോകാം. ഓക്കെ? ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ റിയാക്ഷൻ വീഡിയോ കുറച്ച് പേഴ്സണൽ ആണ്. ഇത് പേഴ്സണൽ ആണ് എന്ന് പറയാനുള്ള കാരണം വേറൊന്നുമല്ല. എനിക്കുള്ളത് ഇങ്ങോട്ടതാന്നും പറഞ്ഞിട്ട് ഈ തള്ള പയ്യാല കൂടിയിട്ട് കുറച്ച് കാലമായി. എനിക്കിങ്ങോട്ടതാ പറഞ്ഞ് നിന്റെ പുറമെ വരാൻ ഞാൻ അതാ. നീ എൻ്റെ അമ്മയോ എൻ്റെ അച്ഛനോ ആരെങ്കിലും ആണോ ഡി? നീയാണ് എൻ്റെ അടുത്ത് ചോദിച്ച് മേടിച്ചോണ്ടിരിക്കുന്നത് എനിക്കിതാന്ന്. എൻ്റെ മോൻ്റെ ഫോട്ടോ നീ ഇല്ല അരിയും തിന്ന് ആശാരിച്ച് വെച്ച് പിന്നെ പട്ടി കിടന്ന് മുറുമുറുക്കുന്ന കണക്ക് നീ എന്തുവാടി പറയുന്നത്? ഈ തള്ളച്ചി എനിക്കിതാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങോട്ട് വരുന്നത്. നീ എൻ്റെ വീഡിയോസ് എടുത്തോളൂ. ഇന്ന് വരെ നിനക്കെതിരെയോ നീ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കൊണ്ട ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടില്ല. അതിൻ്റെ ആവശ്യം എനിക്കില്ല. മനസ്സിലായ? എൻ്റെ മകൻ്റെ ഫോട്ടോ നീ തമ്പനയിലാക്കി ഇട്ടത് പോലെ അതിനകത്ത് വട്ടം വരച്ച് നിന്റെ മറ്റേ കണ്ണുകൊണ്ട് ആൾക്കാരെ ആകർഷിപ്പിക്കുകയും റീച്ച് കിട്ടാൻ വേണ്ടി ചെയ്തതിനെ ഞാൻ ചോദ്യം ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ എങ്ങനെ എനിക്കിതാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിന്റെ അടുത്തോട്ട് വരുന്നത്? നീയാണ് എന്നെ വിളിച്ച് അങ്ങോട്ട് വരുന്നത്. എനിക്കിതാന്ന് പറഞ്ഞു. നിനക്ക് റീച്ചിന് വേണ്ടി എന്നെയാണ് നീ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കിതാന്ന് പറഞ്ഞു. മാന്യമായ ഭാഷയിൽ മര്യാദയ്ക്ക് ഞാൻ ആ തമ്പനയിൽ ഇട്ടപ്പോഴും നിനക്ക് അതിൻ്റെ താഴെ വന്ന് ഞാൻ കമൻറ്റ് ചെയ്തു, നീ ആ വട്ടം വരച്ച് തമ്പനയിൽ ഇട്ടിരിക്കുന്ന ഫോട്ടോ നിന്റെ അച്ഛൻ്റെ ആണോ എന്ന്. അതിൻ്റെ താഴെ തന്നെയാണ് ശ്രീത് വന്ന് നിനക്ക് മെസ്സേജ് ഇട്ട് അത് സജീന ചേച്ചിയുടെ മകൻ്റെ ഫോട്ടോ ആണെന്ന്. ഒരു ഇച്ചിരി മര്യാദ, ഒരു ഇച്ചിരി ഉളുപ്പ്, ഇച്ചിരി അന്തസ്സുള്ളവളായിരുന്നെങ്കിൽ ആ ഫോട്ടോ നീ റിമൂവ് ചെയ്യാതെ എന്തായിരുന്നു? പോട്ടെ, ആ ഫോട്ടോ റിമൂവ് ചെയ്തില്ലെങ്കിൽ എനിക്ക് വിഷയമില്ല, അത് ഞാൻ പറയുന്നുണ്ട്. ആ വട്ടം വരച്ചത് നീ അത് മാറ്റാൻ എന്തായിരുന്നു?
നീ അത് മാറ്റില്ലല്ലോ. അപ്പോൾ എനിക്കിതാന്ന് പറഞ്ഞുകൊണ്ട് മേടിച്ചോണ്ടിരിക്കുന്നത് നീയാ. നിനക്ക് ഞാൻ തന്നുകൊണ്ടേയിരിക്കും, നീ മേടിച്ചോണ്ടേ ഇരിക്കണം കേട്ടോ. ഈ പുള്ളിക്കാരിക്ക് വേണ്ടി സംസാരിച്ചിട്ടാണ് ഈ വക സാധനങ്ങളൊക്കെ ചോദിച്ചു വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ അതിലൊരു കാര്യമുണ്ട്. എടി എരപ്പാളി തള്ളേ, നീ എന്തോ ഏപ്പരാച്ചി എന്നങ്ങണ്ടല്ലേ നീ പറഞ്ഞു. ഞാൻ നിന്നെ അത് നീ തിരിച്ചു പറഞ്ഞു. ഞാൻ എരപ്പാളി തള്ളയെന്ന് എന്നെ വിളിക്കുക. നീ എൻ്റെ സ്വന്തം ആവശ്യം, സ്വന്തം കാര്യമാടി. നിന്റെ കണക്ക് ആ മോൻ നീ ഉണ്ടാക്കി ചെയ്യുന്ന മോൻ ആരുടെയെങ്കിലും ആയിരിക്കും. പക്ഷേ എൻ്റെ മോൻ്റെ കാര്യം ഞാനല്ലാതെ വെളിയിൽ നിന്ന് വേറൊരാളെ കൊണ്ടുവന്ന് സംസാരിപ്പിക്കണോ? എൻ്റെ സ്വന്തം കാര്യത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. എനിക്കിതാകുമ്പോൾ നിന്റെ അടുത്ത് വന്നെങ്കിൽ എൻ്റെ മോൻ്റെ കാര്യമാണ് ഞാൻ സംസാരിക്കുന്നത്. അത് വെളിയിലുള്ള ഒരാളുടെ കാര്യം അല്ലടി എരപ്പാളി തള്ളേ ഞാൻ സംസാരിക്കുന്നത്. കേട്ടോടി തള്ളച്ചി. അല്ല, പുള്ളിക്കാരത്തിന്റെ ആത്മാർത്ഥ സുഹൃത്തായിട്ടുള്ള രേണു സുധിനെ വെളുപ്പിക്കുക എന്ന വ്യാജ പേരില് സ്വന്തം യൂട്യൂബ് ചാനലിൽ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി രേണുവിനെ വിറ്റ് തിന്നുന്ന ഒരു തരം തള്ള. അതാടി ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞത്. നിനക്ക് മനസ്സിടി നീ ഇരുന്ന് കണാ നീ ഇരുന്ന് പറഞ്ഞ് നിനക്ക് പറയുന്നത് വ്യക്തമാവുന്നില്ലേ? എൻ്റെ പേഴ്സണൽ കാര്യമാണ് നിനക്ക് വേണ്ടത്. രേണുസുധിയുടെ കാര്യം നീ അവിടെ നിർത്ത്. രേണുസുധി വെച്ച് റീച്ച് ഉണ്ടാക്കണേ. രേണുസുധി എൻ്റെ കൂടെ ഉള്ളതാണ്. രേണുസുധിയെ വെച്ച് റീച്ച് ഉണ്ടാക്കണം. ഈ രേണുസുധി എൻ്റെ കൂടെ ഉണ്ട്. ഒരു വീഡിയോയോ ഒരു റീൽസോ ഒരു ലൈവോ ഒക്കെ പോയാൽ എനിക്ക് അത്യാവശ്യം നല്ല റീച്ച് കിട്ടും. നിന്നെ പോലുള്ള കൂറകളെ എനിക്ക് റീച്ചിന് വേണ്ടി ഉണ്ടാക്കേണ്ട കാര്യമില്ല. മനസ്സിലായല്ലോ? അപ്പോൾ രേണുസുധി അനുകൂലിച്ച് വീഡിയോ ഇടുന്നവരെല്ലാം റീച്ചിന് വേണ്ടിയിട്ട്. ഇപ്പം നീ പ്രതികൂലിച്ച് അവളെ വിറ്റ് തിന്നുന്നത് നീയൊക്കെ പിന്നെ എന്തോത്തിനാടി വീഡിയോ ഇടുന്നത്? റീച്ചിനല്ലാതെ. അതാദ്യം നീ പറ. നീ പിന്നെ വീഡിയോ ഇടുന്ന എന്തിന്? നിനക്ക് വേറെ എന്തെങ്കിലും ആവശ്യത്തിനാണോ നീ രേണുവിനെ വിറ്റ് ചിന്നാൻ ജീവിക്കുന്നത്? ഇപ്പം രേണു അല്ല ഇവിടെ വിഷയം. രേണുവിനെ കുറിച്ച് ഞാനൊന്നും പറഞ്ഞില്ല. എൻ്റെ മകൻ്റെ കാര്യമാണ് ഞാൻ നിന്നോട് സംസാരിക്കുന്നത്. റീച്ച് ഉണ്ടാക്കണം. നിന്നെ വെച്ച് എനിക്ക് എങ്ങനെ റീച്ച് കിട്ടുമെന്ന നിന്റെ വിചാരം? ഇപ്പം എനിക്കെതിരെ ഇട്ട വീഡിയോയ്ക്ക് നിനക്ക് നല്ല റീച്ച് കിട്ടുന്നുണ്ട്. അപ്പം അതിൽ നിന്ന് മനസ്സിലാക്കി നിന്നെക്കാളും എന്തുകൊണ്ട് അല്പം റീച്ചുള്ള സജീനാക്ക് തന്നെയാണെന്ന് കേട്ടാ. സ്ത്രീക്ക് വേറെ ഓപ്ഷൻ ഒന്നുമില്ല. പുള്ളിക്കാരി ബാക്കിയുള്ളവരെ കുറ്റം പറയുന്നത് 4 ചുമരിനകത്ത് ഇരുന്നിട്ട് ഇറച്ചിയിട്ട് തിന്നുന്നു, 4 ചുമരിനകത്ത് ഇരുന്ന് ഇറച്ചിയിട്ട് തിന്നുന്നു. പുള്ളിക്കാരി അത് സംശയമില്ലാത്ത കാര്യം തന്നെയാണ്. 4 ചുവരിനുള്ളിൽ ഇറച്ചി വിറ്റ് തിന്നത് തന്നെയാണ്. എടി നിന്റെ കണക്കൊക്കെ ഇരിക്കാനാണെങ്കിൽ എനിക്ക് 24 hours ഇരുന്ന് ഒരു ദിവസം ഒരു 10-12 വീഡിയോ ഇടാം. എന്തെല്ലാം കണ്ടന്റുകൾ കിടക്കുന്നു. അത്യാവശ്യം നല്ല റീച്ചിൽ ഓടി പോവുകയും ചെയ്യും. എൻ്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടോ? ഞാൻ അങ്ങനെ മെനക്കെടാറില്ല. കാരണം എനിക്ക് നിന്റെ കണക്ക് ഇങ്ങനെ ഇരുന്ന് കണ്ടവർ അവിടെ മുണ്ടുമുക്കിയോ, അല്ലെങ്കിൽ അവൾ ഗർഭിണിയായോ, അവൾ ആണ് മാറി പെണ്ണായോ, അതോ ഓപ്പറേഷൻ ചെയ്ത് താഴെ കളഞ്ഞോ, അതോ ഡോക്ടർ കയ്യിലെടുത്തോണ്ട് പോയോ എന്നൊന്നും നോക്കിയിരുന്ന് വീഡിയോ ഇടേണ്ട ആവശ്യം സജീനാക്കില്ല. അത് നീ ആദ്യം മനസ്സിലാക്കുക. നിന്നെക്കാളും എന്തുകൊണ്ട് 100 മടങ്ങ് അന്തസ്സുള്ളവൾ തന്നെയാണ് സജീന കേട്ടാ. വെറൈറ്റി ആയിട്ട് എന്ത് പരിപാടിയായിരിക്കും ചെയ്യുന്നത് യൂട്യൂബ് ചാനൽ വെച്ചിട്ട്? റീച്ചിന് വേണ്ടി അല്ലാന്നുണ്ടെങ്കിൽ രേണുവിനെ കുറിച്ച് ഇവർ വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ അതിന്റെ മോണിറ്റൈസേഷൻ ഓഫ് ചെയ്തിട്ട് വീഡിയോ ഇടാനുള്ള ധൈര്യം കാണിക്കുക. അതല്ലാണ്ട് എനിക്ക് മനസ്സില്ല. നീ ആരാ എന്നെ ചോദ്യം ചെയ്യാൻ? നീ ആരാടി എന്നെ ചോദ്യം? മോണിറ്റൈസേഷൻ ഓൺ ചെയ്ത് വെക്കണോ അത് ഓഫ് ചെയ്ത് വെക്കണോ? രേണുവിനെ കുറിച്ച് വീഡിയോ ഇടണോ അതല്ലെങ്കിൽ വേറെ കണ്ടന്റ് ഇടണോ തീരുമാനിക്കുന്നത് ഞാനാ. ഓക്കെ? മോണിറ്റൈസേഷൻ ഓൺ ചെയ്തിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ഇഷ്ടപ്പെടുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, കമന്റ് ചെയ്യണേ പറയും. അതിന് നിന്റെ ഭർത്താവിൻ്റെ അടുത്തോ നിന്റെ അച്ഛൻ്റെ അടുത്തോ നിന്റെ മോൻ്റെ അടുത്തോ നിന്റെ അടുത്തോ ഞാൻ വന്ന് പറഞ്ഞു, അയ്യോ ലൂണാർ ചപ്പലേ, ലൂണാർ സ്കൂട്ടറേ, എൻ്റെ ചാനൽ നീ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഒന്ന് ലൈക്ക് ചെയ്യണേ, കമന്റ് ഇടണേ എന്ന് പറഞ്ഞ് നിന്റെ വീട്ടിൻ്റെ വാതിൽ ഞാൻ വന്ന് നിൽക്കുന്ന ഓടി എരപ്പാളിച്ച് തള്ളേ പറഞ്ഞുകൊണ്ട് വാദം വരാണ്ട് സംസാരിച്ചിട്ട് ഞങ്ങൾ രേണുവിനെ കുറിച്ച് റീച്ച് ഉണ്ടാക്കാൻ വീഡിയോ ചെയ്യുന്നതും നിങ്ങൾ തന്നെ വേറെ ഏതിനാണ്ടോ വേണ്ടിയിട്ട് വീഡിയോ ചെയ്യുന്നതും അല്ലേ? എടി രേണുവിനെ നീയൊക്കെ ചെയ്യുന്നത് എന്തിനാണെന്നുള്ള കാര്യം അറിയാമല്ലോ. നിനക്കൊക്കെ എന്താ നിന്റെയൊക്കെ വീടിൻ്റെ വാതുവശത്തോ വടക്കുവശത്തോ അവൾ ഒന്ന് കൈ നീട്ടുന്ന വല്ലതും താന്നും പറഞ്ഞ് നീയൊക്കെ അവളെ വെച്ച് തിന്നിട്ടും എല്ലിൻ്റെ ഇടയിൽ കുത്തിക്കൊണ്ടിരിക്കുന്നു. അവിടെ കുത്തിക്കോ, പക്ഷെ ആ കുത്തല് കുറേ നാളെ കാണത്തുള്ളൂ. അത് ശാശ്വതമല്ല. ആ കുത്തൻ്റെ കൂടെ ദൈവം ഒരു കുത്തലും കൂടെ തരുമ്പോഴത്തേക്ക് അവിടെ നിന്റെ ഈ കുത്തലും കുഞ്ചലപ്പും ഒക്കെ അവിടെ അങ്ങ് തീരും. നീ രേണുവിനെ വിട്ട് തിന്നുക, രേണുവിനെ വിട്ട് തിന്നാതിരിക്കുക, അതൊക്കെ നിന്റെ ഇഷ്ടം. രേണുവിനെ ഉണ്ടാക്കി റീച്ച് ഉണ്ടാക്കുന്നതിനകത്ത് കയറി ബാക്കിയുള്ള പേഴ്സണൽ കാര്യങ്ങളും കൂടെ നീ ഇട്ട് ഉണ്ടാക്കാൻ വരുമ്പോഴാണ് ബായി ഇരിക്കുന്നതൊക്കെ നിനക്ക് സോഷ്യൽ മീഡിയ വഴി കേൾക്കേണ്ടി വരുന്നത് കേട്ടാ. ബോധമില്ല, പറയുന്ന കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ബോധമില്ല. അതാ പറഞ്ഞത്, നിനക്ക് യാതൊരുവിധ ബോധവുമില്ല. നീ എന്താണ് പറയുന്നത് നിനക്ക് പോലും അറിയുന്നില്ല. രേണുവിനെ കുറിച്ച് എന്തിനാണ് വീഡിയോ ഇട്ടെന്നല്ല ഞാൻ നിന്റെ അടുത്ത് ചോദിച്ചത്. ഞാൻ ആ പഴയ വീഡിയോയിൽ ഞാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. നീ രേണുവിനെ വിൽക്കുകയോ വിൽക്കാതിരിക്കുകയോ തിന്നാതിരിക്കുകയോ ചെയ്യും. പക്ഷേ എന്തിന് എൻ്റെ മകൻ്റെ ഫോട്ടോ അതിൽ വെച്ചിട്ട് നീ തമ്മിലെ വട്ടം വരച്ചു എന്ന് മാത്രമാണ് അപ്പോഴും ഇപ്പോഴും ഞാൻ എൻ്റെ ചോദ്യം. അതിന് നീ വ്യക്തമായ ഉത്തരം തരാത്ത എന്തടി? അത് പറഞ്ഞീ അത് നിനക്ക് റീച്ചിന് വേണ്ടിയിട്ടല്ലേ വട്ടം വരയ്ക്കുന്നത്? അതും അവിടെ തന്നെ നീ എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്ത് ഒരു ഗർഭത്തിന്റെ പേരും പറഞ്ഞിട്ട്. നിന്റെ മോന്റെ ഫോട്ടോ ആയിരുന്നു അവിടെ ആപ്റ്റ്. നിന്നെ പോലുള്ളൊരു തള്ളരിക്ക് നിന്നെ പോലുള്ളൊരു മോനെ ഉണ്ടാവാൻ പാടുള്ളൂ. അതായിരുന്നു കറക്റ്റ്. നീ എന്തുകൊണ്ട് അത് വെച്ചില്ല? വീഡിയോക്കകത്തോട്ട് പോവാം. വീഡിയോ അപ്പം എല്ലാവരും ആകാംക്ഷയോടെ നോക്കില്ല, അയ്യോ ഈ ഒരു കൊച്ചാണോ അവ ഗർഭം ഉണ്ടാക്കി കൊടുത്തു എന്ന് പറഞ്ഞ് നോക്കിയാനേ. അത് നിനക്ക് മനസ്സിലായില്ലേ? അപ്പൊ അവിടെ നിനക്ക് തെറ്റി. നിന്റെ റീച്ച് ഇച്ചിരി കുറഞ്ഞു പോയത് അതുകൊണ്ടാ കേട്ടാ. സന്ദർഭം ഞാൻ പറഞ്ഞത് ഇതിന് മുമ്പ് ഞാൻ പറഞ്ഞത് തമിഴിനകത്തൊരു വൃത്ത വരച്ചതിന്റെ പേരിൽ കമന്റ് ഇട്ടു. ആ കമന്റിൽ എന്റെ അപ്പനെ വിളിച്ചു. അതിന് ട്രിഗർ
ആ കമന്റിന്റെ അപ്പനെ വിളിച്ചു എന്ന് പറയുമ്പോൾ നിനക്ക് പൊള്ളുന്ന അപ്പനെ വിളിച്ചു എന്ന് പറഞ്ഞപ്പം ആ തമിഴിൽ എൻ്റെ മോൻ്റെ ഫോട്ടോയാണ് ഉണ്ടായിരുന്നത്. അപ്പം നിനക്കാണോ പൊള്ളേണ്ടുന്നത്, എനിക്കാണോ പൊള്ളേണ്ടുന്നത്? ഞാൻ ആദ്യമേ വന്ന് നിന്റെ അപ്പൻ്റെ ഫോട്ടോ അവിടെ ഇടുന്നല്ലേ പറഞ്ഞുള്ളൂ. നിന്റെ അപ്പനെ തെറി വിളിക്കാൻ ചെയ്തില്ലല്ലോ. നിന്റെ അപ്പൻ്റെ ഫോട്ടോ ഇടൂ എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. നീ എൻ്റെ മോൻ്റെ ഫോട്ടോ ഇട്ടത് കൊണ്ടാണ് എനിക്ക് അങ്ങനെ പറയേണ്ടി വന്നത്. നീ അത് ചെയ്യാതിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെ സംസാരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അപ്പൊ ആരാ കുറ്റക്കാരി? നീ. നിന്റെ റീച്ചിന് വേണ്ടി. അതാ ഞാൻ പറഞ്ഞത്, സ്വന്തം മകനെ തിരിച്ചറിയാൻ കഴിയാത്ത നീ ആണ് തെറ്റുകാരി. ഞാൻ നിന്റെ അടുത്ത് ചോദിക്കുന്നതിന് നിനക്ക് കറക്റ്റ് റിപ്ലൈ എനിക്ക് തരണം. കാരണം നിന്നെക്കാളും അവകാശം അർഹതയും ഇതിലെ ന്യായവും എൻ്റെ ഭാഗത്താണ് കേട്ടാ. ഞാൻ അതേ കമന്റ് എടുത്ത് വെച്ച് റിയാക്ട് ചെയ്ത് വേറൊരു വീഡിയോയും ചെയ്തു. അപ്പം അതിനും റീച്ച് കിട്ടി. ഞാനൊരു കമന്റ് ഇട്ടായിരുന്നു, നീ തമ്മിലേൽ വട്ടം വരച്ചിരിക്കുന്ന ഫോട്ടോ കാരണം നിന്റെ അച്ഛൻ്റെ ആണോ എന്ന് ഞാൻ ചോദിച്ചു കമന്റ് ഇട്ട്. ആ കമന്റ് എടുത്ത് അവൾ റീച്ചാക്കി പിന്നെ ഒരു കണ്ടന്റ് ആക്കിയെന്നേ. അപ്പം ഇവളുടെ അച്ഛനോടുള്ള സ്നേഹം എത്രമാത്രമാണെന്ന് മനസ്സിലാക്കി നോക്കിയേ. അപ്പം ഈ ലൂണാർ ചപ്പലേ, എനിക്ക് നിന്നോട് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും കേട്ടല്ലോ. അത് വരേണ്ടുന്ന വഴി വന്നോളും. നിനക്ക് ഒരു അർഹതയും ഒരു യോഗ്യം നിനക്ക് ഞാൻ ഒരു പെർമിഷനും തന്നിട്ടില്ല എൻ്റെ കുഞ്ഞിൻ്റെ ഫോട്ടോ എടുത്തിടാൻ. നീ ഫോട്ടോ ഇട്ടതിട്ട് അതിനകത്ത് നീ വട്ടം വരച്ച് എക്സ്ക്ലൂസീവ് എന്ന് ഉണ്ടാക്കാൻ നീ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നിന്റെ മോൻ്റെ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് നീ എക്സ്ക്ലൂസീവ് ഉണ്ടാക്ക്. അപ്പോൾ ഇതിനെക്കാട്ടി കുറച്ചും കൂടി റീച്ച് വരും. 7 വർഷം കണ്ടായിരുന്നല്ലേ പറഞ്ഞു നിന്റെ കല്യാണം കഴിഞ്ഞിട്ട്. അപ്പോൾ 7 വയസ്സുള്ള കുഞ്ഞാകുമ്പോൾ ആൾക്കാർക്ക് ഒരു ആകാംക്ഷ വരും, അയ്യോ ഈ കൊച്ചാണോ ഇതിന് ഉത്തരവാദി, എക്സ്ക്ലൂസീവ് ന്യൂസ്, അപ്പോൾ ഒന്ന് കണ്ടു കളയാന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെക്കാട്ടി നിനക്ക് റീച്ച് കിട്ടിയാനെ. അവിടെ നീ തെറ്റി, അവിടെ നിനക്ക് തെറ്റി. അപ്പം ഇങ്ങനൊരു പരാതി വരത്തില്ലായിരുന്നു. എനിക്ക് പരാതി കൊണ്ട് വരേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. നിന്റെ മോൻ്റെ ഫോട്ടോ അല്ലേ, നീ തന്നെ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ഇട്ടിട്ട് നീ തന്നെ അതിൽ നിന്ന് റീച്ച് കിട്ടുന്ന കാശ് കൊണ്ട് നിന്റെ കുഞ്ഞിനെ നീ ചെലവിന് കൊടുക്കുന്നതുകൊണ്ട് ആരും ചോദിക്കാൻ വരത്തില്ലായിരുന്നു കേട്ടാ. അപ്പോൾ എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം, ഇത് കുറച്ച് ലെങ്തി വീഡിയോ ആണ്. ഇപ്പം തന്നെ ഒരു 19 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ സെക്കൻഡ് ഇപ്പം തന്നെ ഈ നിമിഷം തന്നെ ഞാൻ ചെയ്യുന്നുണ്ട്. സെക്കൻഡ് പാർട്ട് ആയില്ലെങ്കിലും തേർഡ് പാർട്ട് ആയാലും ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ഇറക്കിയിരിക്കും. കാരണം ഇവളുടെ വീഡിയോയ്ക്ക് മാത്രമല്ല മെൻഷൻ ഉള്ളത്, ഇവക്ക് വന്ന കമൻറ്റ്, ആ കമൻറ്റുകൾക്ക് കൂടി എനിക്ക് കുറച്ച് റിയാക്ഷൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇതിൻ്റെ സെക്കൻഡ് ഉടനെ ഇത് നിങ്ങൾ കണ്ടു തീരുന്നതിനകം വെച്ച് സെക്കൻഡായിട്ട് വരും. കാരണം ഈ വീഡിയോ ഫുൾ എനിക്ക് റിയാക്ട് ചെയ്തേ പറ്റും. കുറേ കിടന്ന് ചൊറിയുന്നുണ്ട്. ഇവളെ ചൊറിച്ചിട്ട് നല്ലതുപോലെ എനിക്കൊന്ന് മാറ്റി കൊടുക്കണം. അവൾ അരിയൻ തിന്ന് ആശാരിച്ചയും കടിച്ച് ഈ പട്ടിക്ക് വീണ്ടും മുറുമുറുപ്പ് എന്ന് പറയുന്ന പഴഞ്ചൊല്ലാണ് ഇവൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ക്ലോസറ്റിൻ്റെ കഴുകുന്ന ബ്രഷിട്ട് പല്ല് തയ്ക്കുന്നവളാണെങ്കിൽ ഇവൾ ക്ലോസറ്റിനകത്ത് കിടക്കുന്ന മാലിന്യം എടുത്ത് മകന് തിന്നാൻ കൊടുക്കുന്നവളാണ് അല്ലേ? അങ്ങനല്ലേ? അപ്പോൾ ഇവക്ക് പൊള്ളൂല്ല ഞാൻ നോക്കട്ടെ. എനിക്ക് എൻ്റെ പ്രായമുള്ള കുഞ്ഞുങ്ങളെയായാലും മറ്റൊരു കുഞ്ഞിനായാലും എനിക്ക് എന്തെങ്കിലും പറയുന്നത് വളരെ വിഷമമുള്ള കാര്യമാണ്. എനിക്ക് ബുദ്ധിമുട്ടാണത്. പക്ഷേ പറയിപ്പിച്ചാൽ പൊള്ളണം. ഇവക്ക് പൊള്ളുമോ നോക്കട്ടെ. സ്വന്തം മോനെ പറയുമ്പോൾ ഇവക്കത് എങ്ങനെ ഫീൽ ചെയ്യുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതിൻ്റെ സെക്കൻഡ് ഉടനെ ഉണ്ട്, അത് നിങ്ങൾ കാണണം. ഇത് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ മെൻഷൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും താങ്ക് യു.